കൊച്ചി കലൂരിൽ റോഡിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയ കേസിൽ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസ്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. പെൺകുട്ടികളിൽ ഒരാളെ ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുട്ടിയുടെ മുടി പിടിച്ച് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സെക്ഷൽ സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫോണ് പിടിച്ചിട്ട് ഫോണ് മുഴുവനായിട്ട് നിലത്തെറി 2-3 തവണ നിലത്തെറിഞ്ഞ് മുഴുവനായിട്ടും ഫോണ് തകർന്നു പോയി. ഫോണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അത് കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ടാണ് ഫോണ് കൈക്കലാക്കുന്നത്. എന്നിട്ട് പിന്നെ കുട്ടിയെ മുടി പിടിച്ചിട്ട് റോഡിൽ കൂടെ അടിച്ചു, റോഡിലേക്ക് അടിച്ചു, മുടി പിടിച്ചിട്ട് റോഡ് കൂടെ വലിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കാണിക്കാൻ വേണ്ടി പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് വലിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ കഴുത്തിന് താഴെയും ചെസ്റ്റിന് മേലെയായിട്ട് ഇവിടെ ഇങ്ങനെ ആക്രമിച്ചതിൻ്റെ നഖത്തിൻ്റെ പാടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ നഗരത്തിനകത്ത് ഇത്തരത്തിലൊരു സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, ഇതെന്താണ് സംഭവം? ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം. പുലർച്ചെ 4 മണിക്കാണ് ഉണ്ടാകുന്നത്. കൊച്ചി കലൂരിൽ ചക്കാലപ്പാടം ഒരു ഇടവഴിയാണ്. ആ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെൺകുട്ടികൾക്ക് നേരെ ഒരു 8 സംഘം ഇത്തരത്തിൽ കമന്റ് അടിക്കുകയും പിന്നീട് അവരെ മർദ്ദിക്കുകയുമായിരുന്നു. ഇതിൽ ഈ 8 സംഘത്തിൽ 2 പേർ പെൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികൾ അവർ ഇവിടെ പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിനുശേഷം ഇവർ റൂമിലേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യം ഈ പെൺകുട്ടികളെ ഈ സംഘം കമന്റ് അടിക്കുന്നു, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടികൾ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ആ മൊബൈൽ മേടിച്ച് വലിച്ചെറിയുകയും പിന്നീട് ഈ പെൺകുട്ടികൾ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ പെൺകുട്ടികളെ നിലത്തേക്ക് വീഴ്ത്തി ചവിട്ടി നെഞ്ചത്തും വയറ്റുമെല്ലാം ചവിട്ടുകയും മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രതികളുടെ CCTV ദൃശ്യമടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളാണ് ആക്രമിച്ചത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുന്ന മറ്റു ഉള്ളവരും കൂട്ടുപ്രതികളാകുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിൽ ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ രീതിയിൽ തന്നെ ഈ പെൺകുട്ടികളെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെങ്കിലും CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. അജിംസ്.